എന്തേ കണ്ണ എന്നുള്ള ആ പാട്ടില്ലേ രണ്ടുപേരും അത് നല്ല രസമുള്ള സോങ്ങാണ്. നമ്മുടെ മമത പാടിയില്ലേ ഇരവിൽ വിരിയും പൂ പോലെ, അത് ശിവചേട്ടനും ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് ആ ഓരോ പാട്ടുകൾ നല്ല പാട്ടുകൾ തന്നെ. ആ ശ്യാം സാറിന്റെ കാര്യം പറയുമ്പോ നിങ്ങൾ മൻമോഹന അത് നല്ല പാട്ട്. സ്വരൂപ ശ്രീകൃഷ്ണ. പലപ്പോഴും നമ്മളുടെ ഇന്റർവ്യൂസിലോ ഇതൊന്നും പറയുമ്പോഴും നമ്മൾ ശ്യാമിന് വേണ്ടി ചെയ്ത വർക്കുകൾ അധികം പറയാറില്ല. അത് കാരണം ഒന്ന് അതങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളായിരിക്കില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ശ്യാം അതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്നത് കഷ്ണമായിട്ട് ഒരു ചെറിയ കഷ്ണം ഉപയോഗിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ എങ്കിൽ പോലും മമത പാടിയത് എനിക്ക് തോന്നുന്നു ഏത് സിംഗർ പാടുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ആ ഒരു ഫീലാ. ഓ അത് ഈ അടുത്ത് കൂടെ അവർ ഏതോ ഒരു കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അന്ന് സ്റ്റേജിൽ കയറി പാടി പാട്ട്. കല്യാണം അവര് ഈ മറ്റേ ബൊമ്മക്കുലു വയ്ക്കുന്ന ഗസ്റ്റിനെ കുളിക്ക് ഞാനൊക്കെ പോയി. അപ്പൊ എന്നെ കണ്ട വഴിക്ക് ഇവര് സ്റ്റേജിൽ പോയിട്ട് ആ പാട്ടാ പാടി. ഇരവിൽ വിരിയും പൂ പോലെ പകലിൽ കൊഴിയും ഇതിൽ പോലെ. അതാണ് അതിന്റെ പഞ്ച്. അത് പുതിയ കാലഘട്ടത്തിലെ പാട്ടാണ്. അതേപോലെ ഈ മനോരഥങ്ങളില് ആ പടത്തില് നമ്മുടെ പാർവതി അഭിനയിച്ച പാതി മുറിഞ്ഞതിൽ പാട്ടിന്റെ മറുപാതിയായി ഞാൻ തീർന്നെങ്കിൽ അത് നമ്മള് യഥാർത്ഥത്തിൽ അതിലൊരു പാട്ട് എന്നുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. ഇയാൾ അതിൻ്റെ അകത്തൊരു എന്താ പറയണ ഭാര്യർ കവിത ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ ഒന്ന് രണ്ട് വാക്കുകൾ മലയാളത്തില് വേണം എന്ന് പറഞ്ഞത്. അവസാനം എഴുതി കഴിഞ്ഞപ്പോഴാണ് അത് മലയാളം പാട്ടിന് ഇമ്പോർട്ടൻസ് വന്നത്. ശരിക്കും ഈ കോംബോ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ആണ് കൽപ്പിക്കുന്നത്. നിങ്ങൾ കോംബോ ആയിരിക്കില്ല വർക്ക് ചെയ്തിരുന്നത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പാട്ട് എഴുത്തുകാരനുണ്ട് അങ്ങനെ കണ്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ ചിലരുമായിട്ടൊക്കെ ഇങ്ങനെ മാനസികമായി യോജിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പം ഗിരീഷേട്ടൻ ഉള്ളപ്പോഴും ശിവചേട്ടനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഗിരീഷേട്ടനുമായിട്ടാണല്ലോ കൂടുതൽ പാട്ട് ചെയ്തത്. അല്ല, ഗിരീഷ് കൈതപ്പുറം ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പേഴ്സണൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഞാനും ഷിബുവാണ്. അതെന്തോ ഐ ഡോണ്ട് നോ, അതങ്ങനെയാണ്. അതിലൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഈ 2-3 പ്രാവശ്യം അടി കൂടിയിട്ടുണ്ടോ? ഒന്ന് മറീന ബീച്ചിൽ ഒരു അടി തീർന്നത് പദം ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം കാറിന്ന് ഇറങ്ങിപ്പോയില്ലേ? അത് ഗിരീഷാണ് കാര്യം ഇറങ്ങിപ്പോയത്. അല്ലല്ല, ഇതില്ലേ നമ്മള് അന്നയുടെ കമ്പോസിങ്ങിന് ആദ്യം നമ്മള് കറുകപ്പുൽമേട ഉണ്ടാക്കി എല്ലാവരും കേട്ടതായിട്ട് പോയി. അത് കഴിഞ്ഞ് മമ്മൂട്ടി എയർപോർട്ടിലെ യാത്ര അയച്ച് തിരിച്ചു വരുമ്പോഴ് ഞാനപ്പോ ഞാൻ പറഞ്ഞത് ഇത് വന്നു ഒരു ഈറോട്ടിക് ഇത് വന്നു ഇതിനകത്ത്. അപ്പൊ താൻ പറഞ്ഞു വന്നത് എല്ലാ പ്രണയവും അതൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ ഇത് പറയുന്നു എന്താ പറയണ പാലപൂത്തു ആ പന്ന പാട്ടാണോന്ന്. അങ്ങനെ നമ്മള് ആദ്യത്തെ പേരിലും മുട്ടൻ ഉടക്കുക. അത് നമ്മുടെ ആർഗ്യുമെന്റ് ജയിക്കാൻ പലതും പറയും. അത് എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട പാട്ടാണ് സത്യത്തില്. പക്ഷെ ആ സമയത്ത് അതൊക്കെ എന്ത് അങ്ങനെ വഴക്കിട്ട് ഇയാൾ വഴിയിൽ ഇറങ്ങിപ്പോയി. അപ്പൊ അന്ന് കമ്പോസിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു ഫുൾ ബോട്ടിൽ വിസ്കി ഞാൻ തനിയെ ഇരുന്ന് കഴിച്ചത് കുടിച്ചു. എനിക്ക് അന്നല്ലേ നമ്മള് എയർപോർട്ടിൽ വെച്ചിട്ട് മമ്മൂട്ടിനെ അതെ മമ്മൂട്ടിയെ അന്ന് അമേരിക്കക്ക് പോവാണ്. അമേരിക്കയിലേക്ക് പോയി. താനൊക്കെ പോയി അടുത്ത് വന്ന് സംസാരിച്ചു. ഞാനിവിടെ നിന്നു. കാരണം ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തില് ഞാൻ അദ്ദേഹത്തിനെ കണ്ടു. അങ്ങനെ നമ്മൾ ഭയങ്കര അടുത്ത് പരിചയം. ഷൂട്ടിങ്ങിൽ ഇവരൊക്കെ എപ്പോഴും കാണുന്നതാണ് ലൊക്കേഷനിൽ. ഞാൻ അങ്ങനെ കാണുന്നില്ല എപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ പടങ്ങൾ. അപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്നത് ഞാനവിടെ നിന്നപ്പോൾ ജോഷ് സാറുണ്ട്. അദ്ദേഹം പോയിട്ട് അവരൊക്കെ വളരെ അടുത്ത ബന്ധം ചെയ്തു. അപ്പോൾ ഇയാൾ മമ്മൂട്ടി വന്നിട്ട് ഞാൻ പോയിട്ട് വരാമെന്ന് ഇയാളും പോയി. ഞാൻ അവിടെ എയർപോർട്ട് വളരെ ഡിസ്റ്റൻസിൽ ഇങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഞാൻ SPBയുടെ സ്റ്റുഡിയോ ഉണ്ട് കോതണ്ടപാടി. അന്ന് അവിടെ വേറെ ഏതോ ഡബ്ബിങ്ങിനോ എന്തിനോ മുകളിൽ ഡബ്ബിങ് തിയേറ്റർ, അവിടേക്കും മമ്മൂട്ടി കയറി വന്നിട്ട് അപ്പം ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് റെക്കോർഡിങ് SPB സാറിൻ്റെ തന്നെ ഏതോ ഒരു പാട്ട് റെക്കോർഡിങ്ങിന് ഞാൻ വയലിൻ വായിക്കാൻ പോയില്ല. ഞാൻ പുറത്തിരിക്കുന്നു കസേരയിൽ. മമ്മൂട്ടി വരുമ്പോഴേക്കല്ല ഞാൻ മമ്മൂട്ടി വരും അങ്ങനെ കയറിപ്പോയി അതേ സ്പീഡിൽ
അന്ന് എയർപോർട്ടിൽ വന്നിട്ട് എന്തേ മൈൻഡ് ചെയ്യേണ്ടത് തന്നെ ശേ ഞാൻ മൈൻഡ് ചെയ്യേണ്ടത് നിൽക്കേ നിങ്ങളുടെ അടുത്ത് ഡയറക്ടർ എല്ലാവരും പറഞ്ഞു അത് ശരിയായില്ല ചേട്ടാ. ഞാനത് എനിക്കത് ഇത്തിരി വിഷമായി എന്ന് പറഞ്ഞിട്ട് പുള്ളി പൊളി കയറി പോയി. നമ്മളത് പോയി അതേ അല്ല നമ്മള് വെറുതെ ഒരു ചെറിയ 2 പാട്ട് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് ഈ ഇറക്കി വിട്ടതിന് ശേഷം പിന്നീട് രാവിലെ ഫോൺ അടിക്കുന്നു, ഞാൻ എടുക്കുന്നു, യവനകഥയുടെ ട്യൂൺ ഫോണിലൂടെ പല്ലവി പാടുന്നു. ഞാൻ ബോധം അപ്പോഴും തല നേരെ ആയിട്ടില്ല, അവിടെ തന്നെ കിടന്നിട്ടാണ് ഇയാള് ഇത് പാടുമ്പോൾ ഞാൻ ഇവിടെ തന്നെ കണ്ണുപോലും തുറക്കാതെ കഥയിൽ നിന്നു വന്ന ഇടയ കന്യകെ ഈ പെർഫെക്റ്റ് ആണ്. ബാക്കി പാടുന്നത് അങ്ങനെ ഫോണിൽ കൂടെ ഈ പല്ലവി കഴിഞ്ഞു എന്ന് ഞാൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെയാണ് ചരണമായിട്ട് വന്നത്. ചരണം എനിക്ക് പണിയായിട്ടാണ് വന്നത്, കാരണം ഒറ്റ ശ്വാസത്തിലാണ് ആ ചരണം. രാവിൽ കഴിഞ്ഞില്ല അവിടെ ഇത്രയും ചരണം ഒറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്യാപ്പില്ലാന്ന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഒറ്റ സെന്റൻസ് ആണ് നമുക്ക് എഴുതേണ്ടി വരും. അത് ഇതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ തലേ ദിവസം ഇപ്പോഴാണ് എനിക്കത് ഓർമ്മ, ഞങ്ങള് ഭയങ്കര അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. എനിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് എല്ലാവരും ഓക്കെ പറഞ്ഞ സാധനം അത് മാറ്റാൻ പറയുമ്പോൾ ഞാനൊരു വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും ഓക്കെ, ഇത് ഉണ്ടാക്കുന്നവരെന്നെ അത് മാറ്റാന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്കത് അങ്ങോട്ട്, കാരണം ഇദ്ദേഹത്തിന് സ്ക്രിപ്റ്റിന്റെ കുറെ വർക്കും കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബൈഹാർട്ടാണ്. അപ്പൊ അത്രയും അതല്ല, കുറച്ചും കൂടി അതിനോട് എന്തെന്നാ പറയാ ഒരു പ്രാരാബ്ധമുണ്ട്, അല്ലെങ്കിൽ അതിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. എനിക്കില്ല, എനിക്കതൊന്നും അത്ര അറിയില്ലല്ലോ, സ്ക്രിപ്റ്റ് ഒന്നും അറിയില്ല, ഏതാണ്ട് ഒരു കഥയല്ലേ അറിയുള്ളൂ. അപ്പൊ ഇതേത് പറഞ്ഞു. പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ട്, എത്രയൊക്കെ ഞാൻ വാശി പിടിച്ചിട്ട് അത് ശരിയില്ല അത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അടങ്ങി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങണമെങ്കിൽ അതിലൊരു ട്യൂൺ, വേറെ ട്യൂൺ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉറങ്ങുള്ളൂ. അതിപ്പോഴും ഞാൻ എത്ര ആർഗ്യൂ ചെയ്താലും ഒരു റെക്കോർഡിംഗ് ബിറ്റാണെങ്കിലും മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, ഇത് ഗംഭീരമാണെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ഒരു ബിറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അത് ഗംഭീരമാവുന്നത് ദൈവഭാഗ്യം, പക്ഷെ ഞാനത് ശ്രമിക്കും. ആ ശ്രമമായിരുന്നു അന്ന് രാത്രി നടന്നത്. പിറ്റേ ദിവസം കാലത്തേറ്റ് ഞാൻ വിളിക്കുന്നു. അപ്പൊ എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ ഏതാണ്? ഏഴിലും പാലപുത്തു പൂമരങ്ങൾ, എന്താ അതിൻ്റെ ഒരു കണക്ഷൻ? ഏഴിലും പാലപുത്തു പൂമരങ്ങൾ കൂടവനിലും വെളിമലയിൽ വേളിമലയിൽ യവന കഥയിൽ നിന്നുതിർന്ന ഇടയ കന്യകേ, തവന പൂത്ത വഴിയിൽ നിന്റെ വെറുതെ നിൽപ്പു നീ, രാവിൽ തിരി തര തരയവനക്ക തരത്താരി താരി താരേ. നിന്നെ കാണാൻ കണ്ണുകൾ പുണ്യം ചെയ്തു, നിന്നെ കാണാൻ കണ്ണുകൾ പുണ്യം ചെയ്തു, എഴിലം പാല ആ നോട്ടടുത്ത് അതാണ്. ആ ഒരു നോട്ട് കൊണ്ടാണ് ഞാൻ ഇയാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആ ഒരു നോട്ട് അതിൽ ഉൾക്കൊള്ളിച്ചു. ഏഴംപാലയല്ലേ പറഞ്ഞേ, അതിലത്തെ ഒരു പ്രത്യേകിച്ച് ഒരു അന്യസ്വരം കയറി വരുന്നതാണ്. ഒരു പാട്ട് ഇങ്ങനെ മോഹനത്തിലോ അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഗാന്ധാരം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരുന്നു ആ പാട്ടിന്റെ ഭംഗി. അതേപോലെ ഇതില് നിന്നെ കാണാ ചെറിയ കാര്യം വലിയ കാര്യം അടിപൊളി. ഇതൊന്നും ഇയാൾക്ക് അറിഞ്ഞൂടാ. ഇയാള് ഇത് ഗംഭീരായിട്ട് എനിക്കറിയാലോ അത് പറയും, കാരണം മറ്റേ ഒരു പ്രേതായിട്ട് അടിയിൽ കിടക്കുന്നുണ്ട്. ഇപ്പോഴും ക്ലാസിക് ആയിട്ട് അതെ അതെ അതെ.